പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 27-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഒന്ന് ഉയർത്തിയിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, അതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയല്ലോ, അതിനായിട്ട് കർത്താവിനോടൊന്ന് നന്ദി പറഞ്ഞ്, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞാണ്. ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ അത്ഭുതകരമായി കാത്തു പരിപാലിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾക്ക് പ്രഭാത സന്ദേശം കേൾക്കുവാൻ അങ്ങ് കൃപ തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ സൺഡേ ഞങ്ങൾക്ക് പ്രഭാതത്തിൽ ഈ പ്രഭാതം മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ കൃപ തന്നതിനായിട്ട് സ്തോത്രം. മൺഡേ ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ കൃപ തന്നതിനായിട്ട് സ്തോത്രം. ട്യൂസ്ഡേ ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം. വെനസ്ഡേ ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. തേഴ്സ്ഡേ ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ, സ്തോത്രം. ഫ്രൈഡേയും ഞങ്ങളെ സഹായിച്ചല്ലോ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുവാൻ, ഇന്നും ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കർത്താവെ അങ്ങ് ഒരുക്കിയതാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് സ്തോത്രം. അങ്ങയുടെ നാമം ഇതിലൂടെ മഹത്വപ്പെടട്ടെ, അങ്ങയുടെ രാജ്യം ഇതിലൂടെ വളരുവാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇതിനകത്ത് കർത്താവെ എന്തെങ്കിലും നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവത്തിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. കർത്താവെ, നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്നുള്ള തിരുവെഴുത്തുണ്ട്. കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട നന്മകൾ അവർക്ക് അവകാശപ്പെട്ടത് ആമേൻ നഷ്ടമായി പോകുമോ എന്നുള്ള ഭയത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ആമേൻ കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടങ്ങൾ ലാഭമായി തീരട്ടെ. അവരുടെ അധ്വാന ഫലം നീ തിന്നും എന്ന്, നിൻ്റെ അധ്വാന ഫലം നീ തിന്നും ആമേൻ എന്നുള്ള വചനപ്രകാരം ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കൈകളുടെ പ്രവൃത്തികളുടെ പ്രതിഫലം ഇവർക്ക് തന്നെ ഉണ്ടാകട്ടെ. കർത്താവെ, ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഇവർക്ക് തന്നെ ലഭിക്കട്ടെ. കർത്താവെ, അതൊരു മറ്റൊരാൾ കൊണ്ടുപോകാൻ ഇടവരാതെ കർത്താവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക കർത്താവെ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടിനാൽ ആമേൻ ഭാരപ്പെടുന്നവർ, മൂത്രത്തിൽ ഇൻഫെക്ഷനും കല്ലുമൊക്കെ ആയിട്ട് ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. കഴുത്തിൻ്റെ പുറകിൽ വേദനയായിട്ട് ആമേൻ കഴുത്ത് തിരിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. കിഡ്നി റിലേറ്റഡ് ആയുള്ള വിഷയങ്ങൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ. അതുപോലെ കർത്താവേ, ആമേൻ ഇന്ന് പ്രഭാതത്തിൽ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. തക്കതായ ആലോചനകൾ യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ. തക്കതായ ആലോചനകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വരട്ടെ. വിവാഹം വേഗത്തിൽ നടക്കുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവേ, മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ജോലിയിലെ പ്രയാസങ്ങളെല്ലാം മാറിപ്പോകട്ടെ. കുടുംബത്തിൽ ദൈവിക സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവരെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങനെ നാളെ നടക്കാനുള്ള സഭായോഗങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ലോകവ്യാപകമായി ഒരു ഉണർവിന് നാളത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിക്കുന്ന വർഷം തിങ്കൾ, ചൊവ്വ, ബുധൻ ആമേൻ 29, 30, 1 ഈ 3 ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവുമായി കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച 2 ദിവസം നിങ്ങൾക്ക് അതിനോട് ഒരുങ്ങുവാനുള്ള ക്രമീകരണമുണ്ട്. നിശ്ചയമായിട്ടും പ്രിപ്പയർ യുവർ സെൽഫ്. അതൊരു വലിയ ഒരു ആത്മീക നവോത്ഥാനത്തിലേക്ക് പോകുവാൻ, ഒരു ഉണർവിലേക്ക് കയറുവാൻ, വലിയൊരു അനുഗ്രഹത്തിലേക്ക് കയറുവാൻ കാരണമാകും. ഈ ജൂൺ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ സ്പെഷ്യൽ ഗ്രേസിൻ്റെ മാസമാണ്. ഈ ലാസ്റ്റ് ഡേയ്സിൽ പ്രത്യേകമായ കൃപ അനുഭവിപ്പാനും
പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതുശക്തിയോടെ പുതുബലത്തോടെ കയറുവാനും അത് മുഖാന്തരമായി തീരട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറയുക, ദൈവപ്രസാദം. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആരെ പ്രസാദിപ്പിക്കാനാണ് ജീവിക്കേണ്ടത്? കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്ന ആഗ്രഹമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പം ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യണം. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഇവരോട് പറയുക, നിങ്ങൾ ഞങ്ങളോട് ഗ്രഹിച്ചു. അപ്പോൾ പൗലോസ് അപ്പോസ്തലനൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെ? ദൈവപ്രസാദമുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം, അതൊന്ന്. അപ്പോൾ അത് മാത്രമല്ല, അതിൽ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നു, അതുപോലെ അധികം നിങ്ങൾ വർദ്ധിച്ചു വരണം. കൂടുതലായി ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. അതാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്തുവായിരുന്നു? സ്പെഷ്യൽ ഗ്രേസാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കി. നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവപ്രസാദം, കർത്താവിന് സന്തോഷമുള്ള, കർത്താവിന് ഹിതകരമായ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗ്രേസ് നമുക്ക് അനുഭവിക്കാൻ കാരണമാകും. കർത്താവിൻ്റെ പ്രത്യേക കൃപ അനുഭവിക്കുവാൻ കാരണമാകും. അതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യേകമായ കൃപ അനുഭവിപ്പാൻ ഇടവരാൻ കാരണമാകും. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ ആയിരിക്കണം. അപ്പോൾ ഇന്ന് കർത്താവിനെ അത് നമ്മുടെ ഒരു ഹൃദയത്തിലെ ആഗ്രഹമായിരിക്കണം. മറ്റുള്ളവരെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്. ഞാൻ കർത്താവിനെ മഹത്വം കൊടുക്കുന്നവൻ ആഗ്രഹിക്കണം. എൻ്റെ ജീവിതം മുഴുവനും ദൈവികമായ സന്തോഷം നിറഞ്ഞ ജീവിതമായി. അതായത് കർത്താവിന് എന്നെ കാണുമ്പോൾ സന്തോഷമായിരിക്കും, എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കർത്താവിന് സന്തോഷമായിരിക്കും, എൻ്റെ പ്രവൃത്തി കാണുമ്പോൾ കർത്താവിന് സന്തോഷമായിരിക്കും, എൻ്റെ ഇടപാടുകളും ഇടപെടലുകളും കാണുമ്പോൾ കർത്താവിന് സന്തോഷമായിരിക്കും. അതിലേക്ക് എന്തുകൊണ്ടുവരും? പ്രത്യേകമായ ദൈവകൃപയെ കൊണ്ടുവരും. എബ്രായലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ഈ ഭൂമിയിലെ നടപ്പ് എങ്ങനെ ആയിരിക്കണം? വിശ്വാസത്താലുള്ള നടപ്പായിരിക്കണം. അബ്രഹാം എങ്ങനെയാണ് നടന്നത്? അബ്രഹാം വിശ്വാസത്താലാണ് നടന്നത്. നോഹ എങ്ങനെയാണ് പെട്ടകം പണിത്? വിശ്വാസത്തിൽ. നോഹയോട് പറഞ്ഞു മഴ പെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ നോഹ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചു, പെട്ടകം പണിതു. ആളുകളെല്ലാം പരിഹസിച്ചു. പക്ഷെ നോഹ എന്ത് ചെയ്തു? വിശ്വാസത്താൽ പെട്ടകം പണിതു. അബ്രഹാമിനെ ദൈവം വിളിച്ചു, പറഞ്ഞു ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. അബ്രഹാം ആരോടും ചോദിച്ചില്ല. അബ്രഹാം കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചു. അപ്പം ഇതാണ് വിശ്വാസം. അതായത് ദൈവം പറയുന്നതിന് വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ദൈവം പറഞ്ഞു അത് ചെയ്യാൻ പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ട് അത് പ്രവർത്തിക്കുക. അവിടെയാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന്, നമ്മൾ വിശ്വാസത്തിൽ നടക്കണം. ഹല്ലേലൂയ. ഇപ്പം വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, കാനായിലെ കല്യാണം വേണ്ടി വെള്ളം വീഞ്ഞാൽ എങ്ങനെ? പച്ചവെള്ളം കോരി കൽപാത്രത്തിൽ ഒഴിക്കുവാനും അത് വിളമ്പുവാനും പറഞ്ഞപ്പോൾ അവരത് വിശ്വാസത്തോടെ പ്രവർത്തിച്ചു. അവിടെയാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവർ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. കർത്താവ് എന്തു പറഞ്ഞോ അത് ചെയ്യുമ്പോൾ ദൈവത്തിന്, നമ്മുടെ കർത്താവിന്, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്തു പറഞ്ഞു അത് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. നമ്മൾ പറയും, പിള്ളേരെ നല്ലവണ്ണം നീ പഠിക്കാൻ പറയുമ്പോൾ അവർ പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ നമുക്ക് സന്തോഷം. അപ്പോൾ നമ്മളിത് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കൊടുക്കും. ഇതുപോലെ കർത്താവ് പറയുന്നത് നമ്മൾ അനുസരിക്കണം, കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കണം, കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യണം. അവിടെയാണ് നമുക്ക് പ്രസാദം. 1. 2, ജീവിത വിശുദ്ധിയോടെ സൂക്ഷിക്കണം. അതായത് കർത്താവിന് പ്രസാദമുള്ള ജീവിതമായിരിക്കണം. നമ്മൾ കള്ളം പറയുമ്പോഴും, നമ്മൾ ഭോഷ്ക് പറയുമ്പോഴും, നമ്മൾ ദൈവഹിതമല്ലാത്ത തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുമ്പോഴും, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഭിന്നതയുണ്ടാക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ലോകപരമായ ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ അപ്പയ്ക്ക് ഒരു സന്തോഷവുമില്ല. അവിടെ എന്താ പറ്റുന്നത്? ദൈവപ്രസാദം ലഭിക്കുകയല്ല. പക്ഷേ ചില സാക്രിഫൈസ് ചെയ്ത് ത്യാഗം സഹിക്കേണ്ടി വരും കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ. ചിലത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, ചിലത് വേണ്ടാന്ന് വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് പ്രസാദമാകുന്ന 2 ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. 1, വിശ്വാസത്തിൽ ജീവിക്കുക. 2, വിശുദ്ധിയിൽ ജീവിക്കുക. വിശ്വാസവും വിശുദ്ധിയും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ദൈവത്തിന് നമ്മളിൽ പ്രസാദമായി മാറും. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, ഞാൻ വിശ്വാസത്തിലാണോ ജീവിക്കുന്നത്? കർത്താവ് പറയുന്ന അതേപോലെ ഞാൻ അനുസരിക്കുന്നുണ്ടോ? അതാണ് വിശ്വാസം. 2, ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ അപ്പയ്ക്ക് വിഷമമുണ്ടോ? എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ കർത്താവിന് വിഷമമുണ്ടോ? ഞാൻ ഇടപെടുന്നത് കാണുമ്പോൾ എൻ്റെ കർത്താവിന് വിഷമമുണ്ടോ? എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ഇടപാടുകൾ, എൻ്റെ രീതികൾ, ഇതെൻ്റെ അപ്പന് വിഷമമുണ്ടോ? ഇത് നമ്മളോട് തന്നെ ചോദിക്കണം. വിശ്വാസവും വിശുദ്ധിയും ദൈവത്തെ പ്രസാദിപ്പിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേക ഗ്രേസ് കൊണ്ടുവരുവാൻ ഇടവരും. സ്പെഷ്യൽ ഗ്രേസ്, പ്രത്യേക കൃപ, പ്രത്യേക കരുണയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതുകൊണ്ട് വിശ്വാസവും വിശുദ്ധിയുള്ളവരായി ഈ
ഭൂമിയിൽ ജീവിക്കുക. അങ്ങനെ ദൈവപ്രസാദം വരും, ദൈവത്തിന് പ്രസാദമാകുന്ന വണ്ണം ജീവിച്ച് കർത്താവിൽ നിന്ന് സ്പെഷ്യൽ ഗ്രേസൊക്കെ അനുഭവിച്ച് മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ട് ഞങ്ങളുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഞങ്ങളുടെ പാനപാത്രത്തിൽ നിറഞ്ഞു കവിയും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. വി ആർ ബ്ലെസ്ഡ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.